എനിക്ക് പറയാനുള്ളത് രണ്ട് ടീമുകളോടാണ്. ഈ നൂറ ഹബീബ് തങ്ങൾ എന്ന് പറയുന്ന ചങ്ങാതിയോടും പിന്നെ ഈ മജിലിസിനൊക്കെ പോയിരുന്ന് ഈമാൻ കളയുന്നവരോടും. ആദ്യം മൂപ്പരോട് തന്നെ പറയട്ടെ, എൻ്റെ പൊന്ന് സഹോദര, കുറച്ചൊക്കെ ഒരു നാണവും മാനവും ഒക്കെ നമുക്ക് വേണ്ടേ? അല്ല, ഞാൻ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കണം. ഒരു മനുഷ്യനാകുമ്പോഴേ കുറച്ചൊക്കെ ഒരു നാണവും മാനവും ഒക്കെ ഇല്ലെങ്കിൽ വളരെ മോശമല്ലേ അല്ലേ? ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുമ്പോൾ ഇത്ര ആഭാസകരമായ രീതിയിൽ സംസാരിക്കലൊക്കെ അയ്യയ്യേ വളരെ മോശമല്ലേ, വളരെ മോശമല്ലേ? നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഒരു പെണ്ണ് പണ്ട് തിരൂരിലുള്ള ഒരു പെണ്ണിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ? തിരൂരിലൊരു പെണ്ണ് അവസാനം മരിക്കുമ്പോ ക്യാൻസർ വന്ന് വയറ് പൊട്ടി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. നിങ്ങൾക്ക് അറിയോ പെണ്ണ്? ഞാൻ അറിയ പോലുമില്ല. മൂപ്പർ അറിയ പോലുമില്ല. പക്ഷെ മൂപ്പര് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? ഏതോ സ്ത്രീ പുള്ളിയെ വിമർശിച്ചത്രേ. ക്യാൻസർ വന്ന് വയറ് പൊട്ടി മരിച്ചു എന്നൊക്കെയാണ് പറയണത്. അള്ളാഹു ആയാലും ആ സഹോദരിക്ക് അള്ളാഹു ഷഹീദിന്റെ വലിയ പദവി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇത്ര വലിയ തോന്നിവാസം ദീനിന്റെ പേരിൽ കാണിക്കുന്ന മനുഷ്യന്മാരെ വിമർശിച്ചിട്ടാണല്ലോ. പ്രിയ പ്രസവി, നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ഊർജം ചെലവഴിക്കപ്പെട്ടാലും നമ്മുടെ നാവിലെ വെള്ളം പറ്റി നമ്മൾ നിശ്ചലമായാലും ഇതിന് അറുതി വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, ഈ പറയപ്പെട്ട കക്ഷിയുടെ അനുജൻ പുതിയ വീട് പണിതപ്പോൾ ആദ്യം അവർ സ്ഥാപിച്ചത് ഒരു പുതിയ കൊടിമരമാണ്. അത് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മുടെ നൂർ മജ്‌ലിസിലെ പ്രധാനപ്പെട്ട കൊടിമരമാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് ഇവിടെ വന്നാൽ നമുക്കിതാ കൊടിമരം കാണാനും ഇവിടെ സന്ദർശിക്കാനൊക്കെ നമുക്ക് സൗകര്യമുണ്ട്. അപ്പോൾ അടുത്ത മജ്‌ലിസ് മുതൽ ഇതാ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരാം. ഇനി ഈ മനുഷ്യനൊരു പണിക്ക് പോകണോ? മറ്റെന്തെങ്കിലും തൊഴിൽ തേടി പോകണോ? ഒരു കച്ചവടം തുടങ്ങേണ്ടതുണ്ട്? ഒന്നും വേണ്ട. ഈ ഒരൊറ്റ കൊടിമരം മതി അദ്ദേഹത്തിൻ്റെ 10 തലമുറക്ക് തിന്നാനുള്ളത്. ഈ നാട്ടിലെ നിഷ്കളങ്കരായ, പ്രത്യേകിച്ച് വടക്കേ മലബാറിലുള്ള പാവപ്പെട്ട പെണ്ണുങ്ങൾ അതിൻ്റെ ചൂട്ടിക്കൊണ്ടിട്ട് കൊടുക്കും. വടക്കേ മലബാറിലെ പ്രവാസ ലോകത്ത് മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നവൻ അധ്വാനിക്കുന്ന വിയർപ്പിൻ്റെ ഭാഗം വീട്ടിലേക്ക് പെണ്ണുമ്പളൊക്കെ അയച്ചു കൊടുക്കുമ്പം ആ പൈസ അങ്ങനെ തന്നെ ഈ കൊടിമരത്തിൻ്റെ ചൂട്ടിച്ചെല്ലും. റസ്ബി, നമ്മൾ പറഞ്ഞ് തോറ്റുപോകും. 100% നമ്മൾ പറഞ്ഞ് തോറ്റുപോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബാത്തിലും അവർ ഹക്കായതുകൊണ്ടല്ല. എനിക്കും റസ്വിക്കൊക്കെ എത്ര പ്രായമുണ്ട് നോക്കൂ. ഞാൻ 34 വയസ്സുകാരനാണ്. 92 ജനിച്ച ആളാണ്. റസ്വി എൻ്റെ അനുജനാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, ഇല്ലെങ്കിൽ എൻ്റെ സമപ്രായക്കാരൻ. റസ്വി നമ്മളൊക്കെ ഓതാൻ പോകുന്നതിന് എത്രയോ വർഷം മുമ്പ് ദറസ് തുടങ്ങിയ 100 കണക്കിന് ശിഷ്യസമ്പത്തുള്ള 25 വർഷം ദറസ് നടത്തി പരിചയസമ്പന്നനായ ഒരു മുദരിസ് അദ്ദേഹത്തിൻ്റെ സദസ്സിലെ നിത്യ സന്ദർശകനാണ്. അദ്ദേഹം പച്ച കുഫിരിയത്ത് മൈക്കിലൂടെ, അത് നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ഈ സദസ്സിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ അത്തരം വിഷയങ്ങൾ നമ്മൾ പറഞ്ഞ് ഒരു പുതിയ വിവാദത്തിന് വഴി തുറക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇസ്ലാമിക അടിസ്ഥാന വിശ്വാസത്തിനെതിരായ പച്ച കുഫിരിയത്ത് മൈക്കിലൂടെ പറഞ്ഞിട്ട് ഹാരിസ് മദനി അല്ലാത്ത, അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ചാളുകളല്ലാത്ത വേറെ ആരാണ്, ഉമ്മോളി ഉസ്താദ് അടക്കമുള്ളവരല്ലാത്ത ആരാണ് അതിനെതിരെ പറയാൻ സന്നദ്ധമായിട്ടുള്ളത്? ആ 25 വർഷം ദർസ് നടത്തിയ മുദരിസ് സദസ്സിലിരിക്കുമ്പോൾ ഇത് പറയുന്നത് ഒന്ന് തോളിൽ തട്ടിയിട്ട്, തങ്ങളെ തങ്ങളെ അങ്ങനെ പറയരുത്. ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന ജനങ്ങളൊക്കെ അവർ മുഗ്നികളാണല്ലോ, അവരുടെ മനസ്സിൽ ഇതൊക്കെ ഒരു കുഴപ്പമില്ല എന്നൊരു തോന്നൽ വരും. അത് വലിയ വിഷയമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആ മനുഷ്യനെ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, റസ്വി 2000 രൂപ ആഴ്ചയിൽ 2000 രൂപയും കോഴി ബിരിയാണിക്ക് മുമ്പിൽ വളയാത്ത നട്ടലുകൾ വളരെ തുലവും കുറവാണ്. അങ്ങനെ ഒരു നട്ടലുണ്ടെങ്കിൽ ആ നട്ടലിൻ്റെ പേരാണ് ബഹുമാനപ്പെട്ട മൗലാന പേരുടെ ഉസ്താദ്. ഇന്ന് എരണം കെട്ടവനെന്നും അങ്ങേയറ്റം മ്ലേച്ഛവും മോശവുമായ ഭാഷയിൽ അദ്ദേഹത്തെ സംബോധന ചെയ്യാനുള്ള കാരണവും ഇത്തരം ചൂഷകന്മാരായ ആളുകൾക്ക് ഇന്നും ബഹുമാനപ്പെട്ട പേരുടെ ഉസ്താദ് എതിരായതുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, സമീപകാലത്ത് ജിന്നു മഹദറ എന്ന് പറഞ്ഞു ഒരുത്തൻ കൊണ്ടുനടന്നു. എന്താണത്? ഗൾഫിൽ ഹോട്ടൽ നടത്തി പൊട്ടിപ്പാളീസായി വന്നവൻ ഈ നാട്ടിൽ വന്നിട്ട് പുതിയൊരു കച്ചവടം തുടങ്ങി. അതാണ് ആത്മീയ ചൂഷണം. അവിടെയും നമ്മൾ അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും വന്നിട്ട് നമ്മളെ തിരുത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആ തിരുത്തൽവാദികളായി വരാനുള്ള കാരണം? ഈ പറയപ്പെട്ട ജിന്നു മഹ്ലറയിലും പോകുന്നത് ഈ വേഷം ധരിച്ചവരാണ്. ഈ നാട്ടിലെ നാടന്മാരെക്കാട്ടിയും സാധാരണക്കാരെക്കാട്ടിയും കൂടി ഈ വേഷം ധരിച്ചവരാണ് അവർ സദസ്സിലുള്ളത്. അപ്പോൾ സാധാരണക്കാരായ ആളുകളെ നമ്മളെങ്ങനെ കുറ്റം പറയും? നിഷ്കളങ്കരായ ഉമ്മമാരെ എങ്ങനെ നമ്മൾ കുറ്റം പറയും? അപ്പം ഈ സദസ്സുകളൊക്കെ വിജയിപ്പിക്കും. അപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഊർജം, നമ്മുടെ തൊണ്ടയിൽ വെള്ളം പറ്റിയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ഇതേ വേഷം ധരിച്ച നമ്മളെക്കാൾ പരിചയസമ്പന്നരായ ആളുകൾ, ഈ പറയപ്പെട്ട ചൂഷകന്മാരും ഒരു ഇൽമുമില്ലാത്ത ഈ മനുഷ്യന്മാരുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി പോയി നിൽക്കുമ്പോൾ അവർ പറയുന്നതും ചെയ്യുന്നതുമായ മുഴുവൻ കാര്യങ്ങൾക്കും
സപ്പോർട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഈ സമുദായത്തിൽ നമ്മുടെ ശബ്ദം ഒറ്റപ്പെട്ടു പോവുകയല്ലേ? ആ സമയത്ത് ഹൈറായ പരിപാടി വീട്ടിൽ ചെന്ന് ഭാര്യയുടെ മക്കളോടൊപ്പം നമ്മൾ ചെലവഴിക്കുന്നതായിരിക്കും. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കട്ടെ. ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഉസ്താദേ. ഇതിൻ്റെയൊക്കെ ഒരു സുഖം പിടിച്ചു കഴിഞ്ഞോണ്ടല്ലോ, ഈ മേലനങ്ങാതെ തടിയനങ്ങാതെ ഇങ്ങനെ പൈസ വരുന്ന ആളുകൾ കൊണ്ടുവന്ന് 5000-ഉം 10,000-ഉം ലക്ഷക്കണക്കിന് രൂപ, ചിലപ്പം 7 ലക്ഷമൊക്കെ അങ്ങനെ റബ്ബറിട്ട് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് 100 കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. കണ്ണ് കാണാത്തവർ പഠിക്കുന്ന, അതുപോലെ തന്നെ അംഗവൈകല്യമുള്ള, അതുപോലെ ബുദ്ധിപരമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളൊക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ ദർശ വിദ്യാർത്ഥികൾ പഠിക്കുന്ന 100 കണക്കിന് സ്ഥാപനമുണ്ട്. ആ സ്ഥാപനങ്ങൾ അനുദിനം മുന്നോട്ട് പോകാൻ വേണ്ടി ഓരോ വീടിൻ്റെയും ഉമ്മറപ്പടിയിൽ റിസീവർമാർ വന്ന് കൈനീട്ടുകയാണ്. ഈ പൈസ ഒക്കെ അത്തരം ദർസുകൾക്ക് കൊടുത്താൽ, ആ കുഞ്ഞുങ്ങൾ 10 കിതാബ് വാങ്ങി ഓതിയാൽ നിലക്കാത്ത പ്രതിഫലം, പരലോകത്ത് നിശ്ചലമാകാത്ത പ്രതിഫലം അവർക്ക് കിട്ടൂലേ? നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കുക. നിങ്ങളിലെ പണ്ഡിതന്മാരായ ആളുകൾ, പ്രഭാഷകരായ ആളുകൾ ധാരാളമായി വർദ്ധിക്കുക. നിങ്ങളുടെ മിമ്പറുകൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പ്രഭാഷകർ ധാരാളമായി കൂടുക എന്നുള്ളത് ഒരെണ്ണത്തിനും, എല്ലാവരും ഞാൻ പറയുന്നില്ല, അധിക എണ്ണത്തിനും ഈമാന്റെ തരിമ്പ് പോലെ ഇല്ലെന്ന് പറയേണ്ടി വരും. രാവിലെ സ്ത്രീകൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പം ഈ അടയാളം നിങ്ങളിലുണ്ടോ, നാളെ നിങ്ങൾ വടിയാകും. ഇപ്പൊ യൂട്യൂബിലൊരു അവസ്ഥയാണ്. എന്തൊക്കെ അസംബന്ധങ്ങളാണ് പറയുന്നത്. നിങ്ങൾ സ്വപ്നത്തിൽ ആനയെ കണ്ടോ, നിങ്ങൾ വയറിളകി ഷഹീദാവും. ഇത് കണ്ടിട്ട് സ്ത്രീകൾ മക്കളെ അടുത്ത് വിളിച്ചിട്ട്, ഉമ്മ മരിച്ചാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ. ആ വയത് പറഞ്ഞ മൂല്യാരും മന്തിയും കഴിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടാവും. നമ്മളിവിടെ മന്ദപ്പായി ടെൻഷൻ അടിച്ചിരിക്കുക. യൂട്യൂബിൽ വരുമാനവും സർക്കുലേഷനും വ്യൂസും കൂടാൻ വേണ്ടി എന്തെല്ലാം തള്ളുകളാണ്. അത് രാവിലെ നമ്മൾ തുറന്നാൽ ഖൈറായ നാഫിയായ ഇൽമ്, നമ്മുടെ പള്ളിയിലെ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ ഇരിക്കും, അവരുടെയൊക്കെ പള്ളിയുടെ മിനാരങ്ങളിൽ വെച്ച മൈക്കിലൂടെ പരിശുദ്ധമായ ദീനിന്റെ ഹക്കായ കാര്യങ്ങൾ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഇവിടെ കുറെ ആളുകളുണ്ട്, അങ്ങോട്ട് മൈക്ക് അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ കെട്ടിയ പെണ്ണിത്തിരി ചന്തം കുറവാണ്. ഉസ്താദിന്റെ പാട്ടെന്ന് ഇതുപോട്ടോ, ഉസ്താദിന്റെ പാട്ടെന്ന് കേൾക്കണം, ഇതുപോട്ടോ. പാട്ട് മാത്രമേ കേട്ടോളൂ, ദീമെല്ലാം കേട്ടോ. ഉസ്താദ് ഒളിച്ചോടിയ കഥ. ഇതൊക്കെ നമ്മുടെ സമയം വളരെ പാഴാകുകയാണ്. ഇത് തിരിച്ചറിയാൻ ഉമ്മത്ത് തയ്യാറാകണം. നമുക്ക് ഹക്കായ ദീൻ മനസ്സിലാക്കാൻ എന്തൊക്കെ സോഴ്സുകളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഫാറൂഖിനെയും ഉസ്താദിനെയും, സിംസാറുൽ ഹക്ക് ഹുദബീനെയും, റഹ്മത്തുല്ലാ ഖാസിമിനെയും, പേരുസ്ഥാനെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പൊയ് വാക്കുകൾ പറയില്ല. അവിടെ പ്രഭാഷണത്തിന്റെ പ്രത്യേകത ഏതാ? അവിടെങ്ങാണ്ട് ഒളിച്ചോടിയ കഥയും ഇവിടെങ്ങാണ്ട് പെണ്ണുപിടിക്കാൻ പോയ കഥയൊന്നും അവർ പറയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനല്ലാത്തതൊന്നും അവര് പറയില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രഭാഷണത്തിന് ആളുകൾ വളരെ കുറവാണെങ്കിൽ പോലും, അങ്ങനെ ആണെന്നല്ല പറയുന്നത്, അങ്ങനെ ആയാൽ പോലും ആ വരുന്ന ചുരുക്കം ആളുകൾ അള്ളാഹുവിൽ അജഞ്ചലമായ ഈമാനുള്ള മനുഷ്യരാണ്. അവരെ സദസ്സിൽ കിട്ടൂ, വളരെ കുറഞ്ഞ ആളുകളെ കിട്ടും. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു ഗാനമേള അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞ സുഖമാണ്. അവിടാണെന്ന ഒളിച്ചോട്ടം, ഇവിടാണെന്ന പെണ്ണ് കേസും, ഇതെല്ലാം പറഞ്ഞ് ഒരായത്ത്, ചില ആളുകളുടെ പ്രഭാഷണത്തിൽ ഒരായത്തോതാവൽ 2 മണിക്കൂറൊക്കെ പ്രഭാഷണം നടത്തുന്നു. ഒരായത്ത് 114 അധ്യായങ്ങളുണ്ട്, 6000 ചില്ലുവാനം ആയത്തുകളുണ്ട്. ഒരായത്തോതി പ്രസംഗിക്കാമല്ലോ. അൽഹംദുലില്ലാഹ്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി, സുബ്ഹാന റബ്ബി, ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കയറുമ്പോൾ 2 പെൺകുട്ടികളതാ. അവിടെ തുടങ്ങി. എങ്ങനെ വലിയ കാര്യത്തെ വലിയ കേൾക്കുകയാണ്. 2 പെൺകുട്ടികൾ ഇങ്ങനെ കയറി. അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വപ്നം കണ്ടോ, ഈ അടയാളങ്ങൾ നിങ്ങളിലുണ്ടോ, നിങ്ങൾ നാളെ മരിക്കും. അപ്പൊ അവളിങ്ങനെ ചായ എടുത്ത് അവിടെ നിൽക്കണം, അത് കേൾക്കട്ടെ, ഇത് എന്തും അടയാളം എന്നറിയണം, എന്നില്ല അടയാളമുണ്ട്, വെടി തീർന്നു പോവാ. വീഡിയോ കാലിന് തരിപ്പ് മരണത്തിന്റെ അടയാളമാണ്. കാല് തപ്പി തരിപ്പുണ്ട്, അള്ളാഹുവേ അതേ തീർന്ന് വെടി. വെറുതെയാണ്. നമ്മുടെ ഈമാന്റെ ദുർബലത കൊണ്ടാണ്. അള്ളാഹു നമുക്ക് നിശ്ചയിച്ച സമയം അത് ഒരടയാളങ്ങളില്ലെങ്കിലും നമ്മൾ മരണപ്പെടും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
ഈമാൻ കിട്ടി. എങ്ങനെ മരിക്കും, ഇപ്പൊ മരിക്കുമെന്നുള്ള ടെൻഷനല്ല വേണ്ടത്, ഈമാൻ കിട്ടി മരിക്കുമോ എന്നോർത്ത് ഭയപ്പെടും. അല്ലാതെ ആരെങ്കിലും അടയാളങ്ങൾ കണ്ട് ഇപ്പൊ മരിച്ചു പോകും എന്നുള്ള ഭയമല്ല വേണ്ടത്. എപ്പം മരിച്ചാലും ഈമാൻ കിട്ടിയുള്ള മരണമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയണം. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ടത്. അള്ളാഹുവേ, ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ ഇദാ കസറ ഖുതബാഉ മനാബിറുക്കും വറകന ഉലമാഉക്കും ഇലാ ഉലാതിക്കും. നിങ്ങളിൽ ധാരാളമായി പ്രഭാഷകർ വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാം. വറകന ഉലമാഉക്കും ഇലാ ഉലാതിക്കും. അവരുടെ പ്രത്യേകത എന്തെന്നറിയുമോ? അവർ അധികാരികളായ ഭരണകർത്താക്കളായ ആളുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവരാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവര് ഭരണകർത്താക്കളിലേക്ക് ചാടി നിൽക്കുന്നവരാണ്. അവരുടെ പ്രത്യേകത, അവർ ഹറാമിനെ ഹലാലാക്കുന്ന ആളുകളാണ്. യൂട്യൂബിൽ വോഡ്കയുടെ, മദ്യത്തിന്റെ, റമ്മി സർക്കിൾ എന്ന ചൂതാട്ടത്തിന്റെ പരസ്യം വരുന്നു. നമ്മളിടുന്ന വീഡിയോയിൽ പരസ്യം വരുന്നു. ആ പരസ്യത്തിന്റെ കാരണം കൊണ്ട് കിട്ടുന്ന വരുമാനം മേടിച്ച് ആളുകൾ ചോദിക്കും, സാറേ യൂട്യൂബിലെ വരുമാനം ഹലാലാണോ? പിന്നെന്താ ഹലാലല്ലേ? എന്താ കാരണം? എനിക്ക് കിട്ടുന്നുണ്ടോ? തന്നെ എനിക്ക് കിട്ടിയ എനിക്ക് ലോട്ടറി അടിച്ചാൽ അന്ന് മുതൽ എനിക്ക് ലോട്ടറി ഹലാലാ. എന്റെ വാപ്പ പലിശ മേടിച്ചാൽ അന്ന് മുതൽ എനിക്ക് പലിശ ഹലാലാ. ആകാൻ പാടില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഹമ്മുഹും ബുതൂൻ. വയറാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ വന്നാൽ എന്താ പ്രത്യേകം? ഇതുകൊണ്ട് വന്ന് തിന്നാൽ ഹറാമായ പണം 50 രൂപ സമ്പാദിച്ചാൽ 50 ലക്ഷം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും പെങ്ങളെ. ഇത് അനുഭവമാണ്, പലരുടെയും യാഥാർത്ഥ്യമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട സംഭവങ്ങളാണ്. ആളുകളെ പറ്റിച്ച്, ആളുകളെ ചൂഷണം ചെയ്ത്, പലിശയിലൂടെ, ഹറാമിലൂടെ സമ്പാദിക്കുന്ന പണം കൊണ്ട് നമ്മുടെ മക്കളെ ഊട്ടിയാൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, 50-ന് പകരം 50 ലക്ഷം മുടക്കിയാലും നമ്മുടെ രോഗം മാറില്ല ഉമ്മ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ചിന്താശേഷി തരുമാറാകട്ടെ. വഹറമു അലൈഹിമുൽ ഹലാൽ. അവർ ഹലാലിനെ ഹറാമാക്കും, ഹറാമിനെ ഹലാലാക്കും. കണ്ടില്ലേ, വലിയ വലിയ നേതാക്കന്മാര്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ അസ്തിത്വം എന്താണെന്നും സ്വത്വം എന്താണെന്നും അറിയുന്ന വലിയ വലിയ നേതാക്കന്മാര് പോയിട്ട് അള്ളാഹുവിന്റെ ദീനിനെതിരായ കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്നിട്ട് അവർ പറയുന്ന ന്യായം എന്താ? ഇതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ, ഒരു മതേതര സമൂഹത്തിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നാ പറയുന്നത്. ജീവിതകാലം മുഴുവൻ മഹാനായ മമ്പുറത്തെ തങ്ങളുടെ ഖാദിമ് കോന്തുനായരാണ്. കാലം എത്ര കടന്നുപോയി മമ്പുറം തങ്ങളുടെ ഏതെങ്കിലും ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അനുവദിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം മമ്പുറം തങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്നിട്ടും പരിശുദ്ധമായ ഈമാൻ കാത്തു സൂക്ഷിച്ച് തന്റെ പ്രിയപ്പെട്ട സേവകനായി ബഹുമാനപ്പെട്ട കോന്തുനായരെ ഒപ്പം ചേർത്ത ഒരു ചരിത്രമാണ്, സംസ്കാരമാണ് നമ്മുടെ കേരളത്തിനുള്ളത്. ആരുടെയും ആചാരങ്ങൾ നമ്മൾ കടമെടുക്കേണ്ടതില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് ക്ഷേത്രമുണ്ട്. അവർക്ക് ആരാധിക്കാനുള്ള സൗകര്യങ്ങളും ആരാധിക്കാനുള്ള സാഹചര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുക്കലാണ് ഏറ്റവും വലിയ മര്യാദ. ഏറ്റവും വലിയ മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആരാധനകളെ, അവരുടെ ആരാധ്യന്മാരെ നിഷേധിക്കാതെയും പരിഹസിക്കാതെയും ഇരിക്കലാണ്. കരാവിവ ശരീരസ്യ നേത്രയോരിമ പശ്മണി ആവിചാര്യം കുര്യത് തന്മിത്രം മിത്ര സമുച്ചതേ. ചാണക്യം പറഞ്ഞതാ, കരാവിവ ശരീരസ്യ നേത്രയോരിമ പശ്മണി ആവിചാര്യം കുര്യത് മിത്രം മിത്ര സമുച്ചതേ. തന്റെ അയൽവാസികൾ, തന്റെ സഹോദരങ്ങൾ, തന്റെ കൂടപ്പറപ്പുകൾ, തന്റെ സഹചാരികൾ, തന്റെ സതീർത്ഥ്യന്മാരായ ആളുകൾ, നമ്മളുടെ കണ്ണിന്റെ പോളകൾ, കണ്ണിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും വരുമ്പോൾ പോളെ അടച്ചുകൊണ്ട്
കണ്ണിനെ സംരക്ഷിക്കുന്നത് പോലെ നിന്റെ സഹോദരൻ ഏതു മതക്കാരനായാലും അവനെ നീ സഹായിക്കണേ, അവനോട് സ്നേഹം കാണിക്കണേ, അവനെ നീ സംരക്ഷിക്കണേ എന്ന് പറയുന്ന മഹത്തായ വേദഗ്രന്ഥങ്ങൾ. അക്രിം ജാറക വലൗ കാന കാഫിറാ, മോനെ നിന്റെ അയൽവാസിയായ മനുഷ്യരുണ്ടല്ലോ, അവൻ ഏതു മതക്കാരനായാലോ അവനെ നീ അനാദരിക്കല്ലേ എന്ന് പറഞ്ഞ, അവനെ നീ ധിക്കരിക്കല്ലേ എന്ന് പറഞ്ഞ, അവനെ നീ ആക്ഷേപിക്കല്ലേ എന്ന് പറഞ്ഞ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈമാൻ പൂർത്തിയാകണമെങ്കിൽ പോലും ആ അയൽവാസിയോട് സ്നേഹം വേണം, ബഹുമാനം വേണം, ആദരവ് വേണം. ഏത് മതക്കാരനായാലും മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫഅക്രിം ജാറാ. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണോ, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസമുള്ളവരാണോ, ഫഅക്രിം ജാറാ, നിങ്ങൾ നിന്റെ അയൽവാസികളെ ബഹുമാനിക്കണേ, ആദരിക്കണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഏത് മതക്കാരനായാലും ബഹുമാനിച്ചേ പറ്റൂ. നിന്റെ ഈമാൻ പൂർത്തിയാവൂല. നീ മുസ്ലിം എന്ന് പേര് കെട്ടി ഖാലിദ് എന്നും റസാഖ് എന്നും പറഞ്ഞ് നടക്കുകയാണ്. നിന്റെ അയൽവാസിയായ ആളുകൾക്ക് നീ ദ്രോഹമാണോ, നീ പ്രയാസമാണോ, നിന്റെ വാക്കിനെ അവർ ഭയപ്പെടുന്നുണ്ടോ, നിന്റെ പ്രവൃത്തിയെ അവർക്ക് വെറുക്കുന്നുണ്ടോ, മോനെ ലാ യദ്ഖുലുൽ ജന്ന, നിനക്ക് സ്വർഗമില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഈമാൻ തരട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോടുള്ള ബഹുമാനവും സ്നേഹവും എന്ന് പറഞ്ഞാൽ അത് ധാർമ്മികമായി പരിശുദ്ധം ഇസ്ലാം അതിനൊരു ഫ്രെയിം, ഒരു സ്ട്രക്ചർ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. സഹായിക്കണം, സ്നേഹിക്കണം, ആവോളം സഹായിക്കണം. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അവരോടൊപ്പം സഹകരിച്ചു നിൽക്കണം. പക്ഷേ ആരാധനകൾ വിഷയം വരുമ്പോൾ, ആഘോഷങ്ങൾ വരുമ്പോൾ അവരുടെ ആഘോഷം അവർ വേണ്ട രൂപത്തിൽ അവർ ആഹ്ലാദിക്കട്ടെ. നമ്മൾ അവർക്ക് അതിന് സ്വാതന്ത്ര്യം കൊടുക്കും. ഏത് മതവിഭാഗത്തിന്റെ ആഘോഷം വന്നാൽ നമ്മൾ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നേരെ എനിക്ക് അമ്പലത്തിന്റെ അകത്ത് കയറണം, ശ്രീകോവിലിന്റെ അകത്ത് കയറി എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം ഒന്നും പറയാൻ പാടില്ല. കാരണം ആ മതത്തിനൊരു നിയമമുണ്ട്. ശ്രീകോവില് അവർ പരിശുദ്ധമായിട്ട് കാണുന്ന സ്ഥലമാണ്. അതിനെ നമ്മളെ ഒരു കാരണവശാലും നിന്ദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പള്ളിയും അതിന്റെ മെഹ്റാബും അതിന്റെ ചുറ്റുവട്ടവും പരിശുദ്ധമായ സ്ഥലമാണ്. മറ്റുള്ളവരും അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ഇങ്ങനെ പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് പരസ്പരം ആവോളം സ്നേഹിച്ചും കൊടുത്തും വാങ്ങിയുമായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഭരണ നേട്ടത്തിന് വേണ്ടി, ആളുകളുടെ തൃപ്തി കിട്ടാൻ വേണ്ടി, ജനാംഗീകാരം കിട്ടാൻ വേണ്ടി മതേതരത്വമാണ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ എന്ന് കരുതി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നമ്മൾ വിൽക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നമ്മൾ കളങ്കപ്പെടുത്താൻ പാടില്ല. എന്റെ മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിച്ചത് പ്രകാരം ഖൈറായ രൂപത്തിൽ ജീവിച്ച് അവസാനം ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. മതിയാ? കുഴഞ്ഞ? ഞാൻ കുഴഞ്ഞിട്ട് നിങ്ങൾ കുഴഞ്ഞോ? നിർത്തട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ചിന്താശേഷി അള്ളാഹു തആല നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്കാണ് സയഅതി അനന്നാസി സമാനുൻ യത്റുകൂനൽ അദാൻ അലാ ദുഅഫായികും. ഇത് നിങ്ങൾ കേൾക്കേണ്ട വിഷയമാണ്. ഇപ്പൊ എല്ലായിടത്തും നടക്കുന്ന ഒരു പരിപാടിയാണ്. ഉസ്താദന്മാരോട് ചോദിച്ചറിയാം, എല്ലാ ദിവസവും ഓരോ ആളുകൾ വിളിച്ചിട്ട് ചോദിക്കും, ഉസ്താദേ പള്ളി ജോലി ഉണ്ടോ, ഒരു ജോലി കിട്ടാനുണ്ടോ? പള്ളിയിലെ മുക്രിമാര്, ഞാൻ മുഅദ്ദിനാണ്, ഒരു ജോലി കിട്ടാനുണ്ടോ? മുഅദ്ദിന്മാരിങ്ങനെ തേരാപ്പാരെ അലയാണ് ഒരു ജോലിക്ക് വേണ്ടി. എന്തേ? യേശുദാസിന്റെ സൗണ്ട് ഇല്ല. യേശുദാസിന്റെ സൗണ്ട് 3000 ശമ്പളമാണ്. യേശുദാസിന്റെ ഖുർആൻ ഓതിയിട്ടില്ലേ, സുബ്ഹാനക ലാ ഇൽമ ലനാ. പാവപ്പെട്ടവൻ 10-60 വയസ്സുണ്ട്, സുബ്ഹാനക ലാ, അത്രേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു അങ്ങനെ കൊടുത്തത്. അപ്പൊ കമ്മിറ്റി ഭയങ്കര ചർച്ച, നമ്മുടെ മുഅദ്ദിന് സൗണ്ട് ഇല്ല,
ഞാൻ വളാഞ്ചേരി വെങ്ങാട് പഠിക്കുമ്പം സാധേ നിങ്ങളുടെ ബാങ്ക് പുറത്തോട്ട് കേൾക്കുന്നില്ല, പെണ്ണുങ്ങൾ വല്ല പരാതി, 3000 രൂപ തരും യേശുദാസിന്റെ ബാങ്കും കൊടുക്കണ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സയഅതി അലന്നാസി സമാനുൻ യത്റുകൂനൽ അദാൻ, ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻമാരായ ആളുകളെ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, ഒഴിവാക്കും. എന്ത് കാരണം കൊണ്ട്? അലാ ദുഅഫാഇഹിം, അവർ ദുർബലരാണ്, അവര് സൗണ്ട് ഇല്ല, അവര് അഴകുള്ള ബാങ്കില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ആളുകൾ അവരെ മൈക്കം കൂടെ തട്ടിയാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പൊ നമ്മുടെ പള്ളിയിൽ ഉസ്താദ് അല്ലാഹു അക്ബർ ഒക്കെ അത്രേ പറ്റുള്ളൂ. സാധുവാണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അതുപോലും അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞു, യത്റുകൂനൽ അദാൻ, ബാങ്ക് വിളിക്കാലം ഈ മഹല്ലിലെ മുഴുവൻ ആളുകളും കേട്ട ആ ബാങ്കുണ്ടല്ലോ, ആ സാധുവായ വൃദ്ധനായ മനുഷ്യന്റെ ബാങ്ക. പക്ഷേ ഇപ്പൊ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ പള്ളി കമ്മിറ്റിക്ക് അവരെ പറ്റൂല. എല്ലായിടത്തുള്ള പ്രത്യേകതയാണ്, പള്ളി വലുതാകുമ്പം ഉസ്താദ് ചെറുതാവും. നിങ്ങളുടെ പള്ളി ശോചനീയാവസ്ഥ, മൂത്രപ്പരയുടെ മണമെല്ലാം പള്ളിയിലേക്ക് അടിക്കുന്നു. ആളുകൾ ഒരു പള്ളി പൊളിച്ചു പണിയണമെന്ന് ആഗ്രഹമായിട്ട് ആളുകൾ വരികയാണ്. എല്ലാവരും കൂടെ സംഗമിച്ച് ഒരു പള്ളി ഉണ്ടാക്കി നോക്കുമ്പോൾ കുബ്ബയൊക്കെ റൗളയുടെ രൂപത്തിൽ റാഹത്ത്. ഒന്നാമത്തെ ജുമാ കഴിയുമ്പോൾ ഉസ്താദൊക്കെ പറയും, ഉസ്താദേ വേറെ എവിടെയെങ്കിലും ജോലി നോക്കണം, കാരണം ഇവിടെ ഇപ്പം ഗൾഫ് മോഡൽ പള്ളിയായി. ഇപ്പൊ ഇവിടുത്തെ ഖിറാഅത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ഈ ഒത്ത് വേണം. സ്ഥാനം പഴയ വല്ലുഹ വല്ലൈലി ഇദാ സജ പറ്റൂല. പറ്റും. യേശുദാസിന്റെ തൊണ്ട അവിടെ നിന്ന് മുറിച്ചുകൊണ്ട് തൊണ്ടക്ക് വെച്ചു കൊടുത്താൽ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് ദീൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഏറ്റവും ഫളിലായ കാര്യങ്ങളിൽ നിന്ന് ആളുകൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് മടങ്ങും. നമ്മുടെ പള്ളിയിലൊക്കെ ഇവിടെ സദസ്യരോട് ചോദിക്കുകയാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന നിസ്കാരം ഏതാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കരിക്കാൻ വരുന്ന നിസ്കാരം ഏതാണ്? തുറന്നു പറഞ്ഞു. ഇശാഖാണ്? തെറ്റാണ്, മഗ്രിബിനാണ്. ഏത് പള്ളിയിൽ ചെന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കാരം ഏതാ? മഗ്രിബാണ് അല്ലേ? മഗ്രിബല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ. എന്നാൽ ഏറ്റവും ഒരു ദിവസത്തെ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ്? സുബഹിയാണ്. സുബഹിക്ക് 3 സഫാളുണ്ടാവും, മൈക്കും വേണ്ട. ഉസ്താദിന്റെ ശ്വാസം വിടുന്നവരെ ഇവിടെ നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക്. അതുപോലെ തന്നെ നിസ്കാരം ഒഴിവാക്കാൻ പറ്റിയ 3 കാര്യങ്ങൾ, 2 കാര്യങ്ങളല്ലേ, 1 കാര്യങ്ങളുണ്ട്. നിസ്കാരം ഖളാ ആക്കാൻ 3 കാര്യങ്ങൾ. ഇസ്ലാമിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. പുതിയതായിട്ട് ഒന്നുകൂടി പറയാൻ, ഒന്നാമത്തെ ഉറക്കം, 2 മറവി. ഉറക്കവും മറവിയും കൊണ്ട് നിസ്കാരം ഖളായി, അള്ളാഹുവിന് ശിക്ഷയില്ല, നമ്മൾ ഖളാ വീട്ടിയാൽ മതി. 3ാമത്തെ ഒന്നുണ്ട്, ഏർവാടി സിയാറത്ത്. കുറെ ഹമുക്കൾ ഞാൻ ഈ സദസ്സിൽ പറയുന്ന വിഷമം കൊണ്ട് പറയാം. ഇവിടുന്ന് ഒരു വണ്ടി പുറപ്പെട്ടാൽ, ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഏർവാടി കൊണ്ടാണ് നിർത്തിയത്. അല്ലിത്ത ഇതിന്റെ ഇടയ്ക്കുള്ള നിസ്കാരമൊന്നും ഇല്ലല്ലോ. സിയാറത്ത് നിങ്ങൾ ആരെടുക്കേ പോകുന്നത്? ബാദിഷാ തങ്ങെടുക്കേ. അവരെന്തിനു വേണ്ടിയാ ജീവിച്ചത്? അള്ളാഹുവിന് വേണ്ടി. അവർ മരിച്ച എന്തിനു വേണ്ടിയാ? അള്ളാഹുവിന് വേണ്ടി. നിങ്ങൾ എന്തിനാ ചെല്ലുന്നത്? നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഡിജിറ്റലായിട്ട് നടക്കാൻ വേണ്ടി. ദാരിദ്ര്യമുണ്ടായി, സൂറത്തുൽ വാഖിയ ഓതാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഓതാൻ വയ്യ. സൂറത്ത് നിങ്ങൾ ദുഹാ നിസ്കരിക്കും. ദുഹാ നിസ്കാരം എന്നുള്ളത് ഹല്ലുള്ള നിസ്കാരമാണ്, ഭാഗ്യത്തെ കൊണ്ട് തരുന്ന നിസ്കാരമാണ്. ദുഹാ നിസ്കരിച്ചിട്ട് റബ്ബിനോട് ദുആ ചെയ്യ്, പടച്ചോനെ എന്റെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്താ, നല്ല സമൃദ്ധി വരുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നിസ്കരിക്കേണ്ട അവസ്ഥ പാടാ. 500 രൂപ മുടക്കിയാൽ ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നുണ്ട് ഏർവാടിയിൽ, നേരെ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് കൊട്ടിക്കൊടുത്താൽ എല്ലാം കൊട്ടക്കണക്കിന് ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, സിയാറത്ത് എന്നുള്ളത് പുള്ളിമുള്ള അമലാണ്, പക്ഷെ നിസ്കാരക്കാരനുള്ളതാണ്. മനസ്സിലായി? അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യർക്കുള്ളതാണ് സിയാറത്ത്. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. നിസ്കാരം ഖളാക്കി ഏർവാടിയിലേക്കും നാഗൂരിലേക്കും പോകുന്ന പെങ്ങളെ ചിന്തിക്കണേ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഇത് പൊരുത്തപ്പെടുന്ന പരിപാടിയല്ല.
അള്ളാഹും റസൂലും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയല്ല. നിങ്ങൾ പൊരുത്തൻ വാങ്ങാൻ വേണ്ടി ചെന്ന് കുരുത്തക്കേടും മേടിച്ചു കൊണ്ടുവരുന്ന പരിപാടിയ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. ഇപ്പൊ നോക്ക്, ഭീമാപ്പള്ളി ഉറൂസിന് എന്റെ നാട്ടിൽ നിന്ന് ഒരു വണ്ടി നിറച്ച ആളുകൾ പോയി. ഭീമാപ്പള്ളി ഉറൂസ്, അതിൽ എന്റെ വീട്ടിൽ എപ്പോഴും വരുന്നൊരു സഹോദരിയുണ്ട്. അവിടെ ഇങ്ങനെ വെറുതെ രസത്തിന് ചോദിച്ചു, ഉറൂസിലൊക്കെ പങ്കെടുത്ത് ആയത്തായിരുന്നു, എവിടെ നിസ്കരിച്ച്? അവിടെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ല. ഭീമാപ്പള്ളിയിൽ ഇത്രയും വലിയൊരു പള്ളി ഉണ്ടായിട്ട് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട്, നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലെന്നാ പറഞ്ഞത്. നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട്, നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരിഞ്ച് ഭൂമി പോലും അവിടെ ഇല്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? എന്തിനാണ് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്? ഉദരം ക്രമേണ പടുത്തു ചീഞ്ഞളിഞ്ഞില്ലയോ, അതുകൊണ്ട് ഖബർ നിറഞ്ഞ ദൽബുദമല്ലയോ. തോന്നിയാസങ്ങളൊക്കെ കാണിച്ചിട്ട് അവിടെ പോയി കിടക്ക്. ഉദരം ക്രമേണ പടുത്തു ചീഞ്ഞളിഞ്ഞില്ലയോ, അതുകൊണ്ട് ഖബർ നിറഞ്ഞ ദൽബുദമല്ലയോ. ആർത്തും ആഹ്ലാദിച്ചും ഉല്ലസിച്ചും എല്ലാ കോമാളിത്തരങ്ങളും നൃത്തങ്ങൾക്കും ചുവടുവപ്പുകൾക്കും സാക്ഷിയായി അവസാനം ആ കുഴിയിൽ വെറ്റമുക്ക് ജുമാ മസ്ജിദിന്റെ ആ പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ച് മൂന്നാമത്തെ ദിവസം എത്തുമ്പോൾ ശരീരം പൊട്ടി വയറ് പൊട്ടി ആ ചീഞ്ചലം ഖബറിൽ നിറഞ്ഞ് മയ്യത്തിങ്ങനെ ആ ഖബറിൽ ഒഴുകി നടക്കുന്ന ആ ഒരവസ്ഥയുണ്ടല്ലോ പെങ്ങളെ, നീ ചിന്തിച്ചാൽ എങ്ങനാണ് ഉമ്മ നിനക്ക് നിസ്കാരം ഉപേക്ഷിക്കാൻ കഴിയുന്നത്? ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. പറഞ്ഞതാ, തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ. തെങ്ങിന്റെ ഉണക്കമടൽ വീഴുമ്പോൾ പച്ചമടലിൽ നിന്ന് ചിരിക്കുമത്രേ. പക്ഷേ പച്ചമടലറിയുന്നില്ലല്ലോ, കാലാന്തരത്തിൽ ഞാനും ഉണക്കമടലായി നിലം പതിക്കുമെന്ന്. എത്ര അർത്ഥവത്തായ ഉദാഹരണങ്ങളാണ് ബഹുമാനപ്പെട്ട തടവസ്ഥാദ് പറഞ്ഞത്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ. അടരാതെ നിന്ന പച്ചമടലും അന്ത്യം കരയേണ്ടി വന്നില്ലേ. ഇതല്ലേ ജീവിതം? ഇതല്ലേ ജീവിതം? മേൽപോട്ടുയരും വീർപ്പുകൾ താഴോട്ടെത്തുമെന്നാരറിയും, മേൽക്കുമേലാൽ വാരി കൂട്ടിയിട്ടെന്തൊരു ഫലമറിയും. മന്ത്രിക്കും തന്ത്രിക്കും രാജനുമെല്ലാം ഖബറിടം ഒരുപോലെ, മാളിക തട്ടുകൾ കട്ടിലും മെത്തകളില്ലല്ലോ നാളെ. എല്ലാം അവസാനിച്ചു ദുനിയാവിന്ന് പോകേണ്ടി വരും. ഇതെല്ലാം റിയാലിറ്റിയാണ്, ഇതെല്ലാം റിയാലിറ്റിയാണ്. ഇതൊന്നും ഒരു കെട്ടുകഥയല്ല. കുതിരപ്പുറത്ത് സഞ്ചരിച്ചവരല്ലേ പിടിമണ്ണ് വാരിയെറിഞ്ഞ ദൽബുദമല്ലേ. കുതിരപ്പുറത്ത് രാജാവായി ജനങ്ങൾക്ക് മുമ്പിൽ അതിധീരനായി നടക്കുമ്പോൾ കുതിരയുടെ പത്തടിയിലേക്ക് ഒരു സാധാരണക്കാരനായ പ്രജക്ക് അടുക്കാൻ കഴിയാതെ നിന്ന രാജാവിനെയും അവസാനം കുഴിയിലേക്ക് കൊണ്ടടക്കം ചെയ്യപ്പെട്ടപ്പോൾ സാധാരണക്കാരനായ പ്രജ 3 പിടി മണ്ണ് വാരിയിട്ട് പിടിമണ്ണു വാരിയെറിഞ്ഞ ദൽബുദമല്ലേ. അല്ലാഹു ഈമാനുള്ള മരണം അല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹു ആക്കിബത്ത് നന്നായുള്ള മരണം അല്ലാഹു നമുക്ക് തരട്ടെ.